ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം ആയിക്കൊണ്ടിരിക്കണം. വെള്ളം വന്നുകൊണ്ടിരിക്കണം. മുറ്റത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ടുള്ളൂ. അതനുസരിച്ച് മഴയും പെയ്യണുണ്ട് കേട്ടോ. നമുക്ക് നല്ല വരവുണ്ട്. ഇപ്പം എല്ലായിടത്തും ഷട്ടറും ഒക്കെ തുറന്നുകൊണ്ട് നമുക്ക് നല്ല വരവുണ്ട്. ഇവിടെ പിന്നെ വെള്ളം കയറുന്നൊരു സ്ഥലമാണ്, താഴ്ന്ന പ്രദേശമായിട്ട് ഇപ്പം എല്ലാ വർഷത്തിലും വെള്ളം കയറും. നമ്മുടെ അകത്ത് നമ്മുടെ കഴുത്തിൻ്റെ അത്രയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അകത്തെപ്പോഴും കയറുന്നതാണ്. ഇത്തവണ കയറാതെ പോയതെന്ന് വെച്ചാൽ കയറിക്കഴിഞ്ഞാൽ പാടാണ്. അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതേ പുറകൊക്കെ കണ്ടു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് വെട്ടം നിങ്ങൾക്ക് ക്ലിയർ ആകിയല്ല കേട്ടോ. ഫുള്ള് വിറകൊക്കെ പുറകിലാണ് വെച്ചിരിക്കണത്. ഷീറ്റ് ഇട്ടുണ്ടോ മഴയൊന്നും നനയാത്ത രീതിയിൽ ഞങ്ങൾ വിറക് അവിടെ വെച്ചതാണ്. പക്ഷേ അത് ഫുള്ളും നനഞ്ഞു ഗേസ്. കാരണം അടിയിൽ വെള്ളം ഫുള്ള് കയറിയിട്ടുണ്ട്. പിന്നെ അച്ചായി കുറച്ചൊക്കെ പറ്റണത് അച്ചായി കുറേ ചുള്ളിക്കമ്പൊക്കെ എടുത്ത് നമ്മുടെ അടുക്കളയുടെ അവിടെ കൊണ്ട് സൗകര്യം കുറവാണ്. നമ്മുടെ പഴയ വീടായതുകൊണ്ട് വലിയ സൗകര്യങ്ങളില്ല. പുതിയ വീട് നമ്മൾ വെക്കണേ ഉള്ളൂ, പണി തീർന്നിട്ടില്ല. പിന്നെ അവിടെ വെള്ളം കയറിയല്ലോ കേട്ടോ. പക്ഷേ എത്രയെന്നും പറഞ്ഞാൽ അവിടെ കൊണ്ട് വെക്കുക. അവിടെ കുറേ തുണി ഉണക്കാനിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതേ മുറ്റത്ത് നമ്മൾ നേരത്തെ കണ്ടെങ്കിലും ഒന്നും കൂടി വരവായി കൂടിക്കൊണ്ടിരിക്കുന്നു. മുറ്റത്തൊക്കെ താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളമുണ്ട്. മറ്റേ പൊക്കി 10-40 വണ്ടി പൂഴി ഇറക്കിയുണ്ട്. അവിടെ എന്തായാലും കയറിയില്ല. പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പം ഒന്നും കൂടി വെള്ളം കൂടി. അതാണ് നിങ്ങളൊന്നും കൂടി കാണിക്കാമല്ലോ നിർത്തുന്നത് വെച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിനും വെളിയിൽ തന്നെ ഇറങ്ങണം. അതുകൊണ്ട് കുളിക്കാനായാലും ബാത്റൂമിൽ പോകാനായാലും തുണി കഴുകാനായാലും പാത്രം കഴുകാനായാലും ഒരു വെള്ളം എടുക്കാൻ തന്നെ നമുക്ക് വെളിയിൽ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. നമുക്ക് അകത്ത് സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്ത് കാര്യത്തിനും വെളിയിൽ തന്നെ ഇറങ്ങണം. കണ്ട ഉള്ള വിറകെല്ലാം നനഞ്ഞു ഗേസ്. ഇതുകൊണ്ട് എവിടെ കൊണ്ട് വെക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ അങ്ങനെ ഇരിക്കട്ടെ ഓർത്ത് ഞങ്ങളാരും ഗെയിമിനിക്കുന്നില്ല. അവിടെ കിടക്കട്ടെ ഓർത്ത്. എന്ത് ചെയ്യാനാണ്, വെള്ളം കയറാതിരുന്നാൽ മതി. കയറിക്കഴിഞ്ഞാൽ പാടാണ്. നമുക്ക് അകം ഫുള്ള് ക്ലീൻ ആക്കി അകത്ത് കയറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മുറ്റത്തൊക്കെ ഒന്നും കൂടി വെള്ളം കൂടി. പിള്ളേർക്കാണ് വെളിയിൽ ഇറങ്ങാഞ്ഞിട്ട് മേലാവന്മാർക്ക് വെളിയിലിറങ്ങി കളിക്കണം എന്നാണ് പറയണത്. പിന്നെ അടിച്ചിറക്കി ഒരുത്തം നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.